Good morning, everyone. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലാഡർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ ഒക്കെ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇത് ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഏറിപ്പോയ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. കാണുമ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് കാൽക്കുലേറ്റീവ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അതിന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഈ ലാഡർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫ്രാക്ഷൻ എന്താണ്? ജസ്റ്റ് ഒന്നുമില്ല, അതാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പോകാം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ വർക്കൗട്ട് ആവും, അതുപോലെ തന്നെ കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടെ തരണം. ഓക്കെ, ഒന്നുമില്ല. ഇത് സ്റ്റെപ്പ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ 1/1/1 പ്ലസ് 2/3 പ്ലസ് 5 ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഒന്നെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ വേരിയബിൾ ഒക്കെ അതിനകത്ത് തന്നിട്ട് വേരിയബിളിന്റെ വാല്യൂ ചോദിക്കും. ചിലപ്പോൾ എക്സ് ഒക്കെ ആയിരിക്കും, എക്സും വൈ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറയും. അതിലെ എക്സും വൈ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ 2x+3 അങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വാല്യൂ ഓഫ് 1 + 1/1 + 1/1 + 1/1 + 1/1 + 2/3. ഇതാണ് ഒരു എന്താ പറയാ ഒരു ലാഡർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് നോക്കുക, ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻ, ബേസിക് ആയിട്ടുള്ള ലാഡർ ഫ്രാക്ഷൻ ആണ് ഇത്. ഓക്കെ, അപ്പം കാരണം ഇതെല്ലാം 1 ആണ് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലും, ഇവിടെയും എല്ലാം 1 ആണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ലാഡർ ഫ്രാക്ഷൻ ആണ്. ഇത് ചോദിക്കണമെന്ന് തന്നെ ഇല്ല വേണമെങ്കിൽ. ഓക്കെ, ചില ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. നമ്മളെപ്പോഴും എന്താണ് പറയുക, ഫസ്റ്റ് ഇയർ ഇട്ടിട്ട് സെക്കൻഡ് ഇയർ ഇടുക. അപ്പം ആദ്യം ബേസിക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഈ 2/3, ഏറ്റവും താഴെയുള്ള ഈ 2/3. ഓക്കെ, 2/3 ഞാൻ ഇവിടെ എഴുതി, 2ഉം 3ഉം. ഓക്കെ, പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ ഒന്ന്, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, 5 ഒന്നുണ്ടല്ലേ. അപ്പം 5 സ്പേസ് ഞാൻ വിട്ടു. 1, 2, 3, 4, 5. ഓക്കെ, എല്ലായിടത്തും എന്താണ് പ്ലസ് ആണ് അല്ലേ. ഇവിടെയും പ്ലസ്, അങ്ങനെ 5 സ്ഥലത്തും പ്ലസ് ആണ് അല്ലേ. അപ്പൊ ഞാൻ മോളിൽ ഒരു പ്ലസ് ഇട്ടു. മോളിൽ പ്ലസ് ഇടണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇടുന്നു. എക്സാമിന് പ്ലസ് ഇട്ട് സമയം കളയണമെന്നില്ല. ഓക്കെ, പ്ലസ്. ഓക്കെ, ഇനി എല്ലായിടത്തും പ്ലസ് ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2നെയും 3നെയും ആഡ് ചെയ്തു 5, 5നെയും 3നെയും ആഡ് ചെയ്തു 8, 8നെയും 5നെയും ആഡ് ചെയ്തു 13, 13നെ 8നെ ആഡ് ചെയ്തു 21, 21നെ 13നെ ആഡ് ചെയ്തു 34. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വന്നത് നമ്മുടെ ന്യൂമറേറ്ററും സെക്കൻഡ് ലാസ്റ്റ് വന്ന 21 നമ്മുടെ ഡിനോമിനേറ്ററും, ലാസ്റ്റ് വന്ന 34 നമ്മുടെ ന്യൂമറേറ്ററും സെക്കൻഡ് ലാസ്റ്റ് വന്ന 21 നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പം 34/21 ഇതാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഈ 2/3 ഇവിടെ 2/3 ഇവിടെ എഴുതി 2/3 കണ്ടപ്പം പിന്നെ എന്ത് ചെയ്തു, അഡീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം ആഡ് ചെയ്തു. ഓക്കെ, എല്ലാം ആഡ് ചെയ്തു 34/20. ഓക്കെ, ഡൗട്ട് ഇല്ല, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് തന്നെ, ഒരു വ്യത്യാസമുണ്ട്. ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ എന്താണ് പ്ലസിന് പകരം മൈനസ് ആണ്. പിന്നെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ബേസിക് ക്വസ്റ്റ്യൻ പോലെ ആക്കുന്നു. ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നു. ഇവിടെ മുകളിലും ഒരു 1 മൈനസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു സപ്പോസ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിക്കട്ടെ. 1 മൈനസ്, ഇവിടെ ജസ്റ്റ് 1 മാത്രമല്ല, ഞാൻ ഇവിടെ 1 - 1/, ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്തു. എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം പഴയതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്തു, ഞാൻ കണ്ടത് ഏറ്റവും താഴെയുള്ള എന്നാണ് 2/3 അല്ലെ. 2/3 ഞാൻ ആദ്യം കാണുന്നത് 2/3 ആണ്. അപ്പൊ 2ഉം 3 ഇവിടെ എടുത്തു. ഓക്കെ, 2ഉം 3 ഇവിടെ എഴുതി. പിന്നെ എന്താണുള്ളത്, ലെഫ്റ്റ് സൈഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 1, 1, 1. പിന്നെ നമ്മൾ ക്വസ്റ്റ്യന് ബേസിക് ക്വസ്റ്റ്യനിലോട്ടാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഓരോന്ന് ഇട്ടത്. ഓക്കെ, സപ്പോസ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ 5 സ്ഥലങ്ങളുണ്ട് അല്ലെ, 5 സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 4 അപ്പൊ 5 നമ്പേഴ്സ് സ്പേസ് ഇട്ട് എല്ലായിടത്തും മൈനസ് ആണ് അല്ലേ.
എല്ലായിടത്തും മൈനസ് ആണ്. വേണമെങ്കിൽ സൈൻ ഇവിടെ ഇടാം. ഇവിടെ മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം നേരത്തെ എന്താണ് ആഡ് ചെയ്യുന്നതായിരുന്നു പ്ലസ് ആയിരുന്നുള്ളത്. അപ്പൊ ഞാൻ ആഡ് ചെയ്യും. ഇവിടെ മൈനസ് ആയിട്ട് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യും. 3 - 2 3 - 2 എത്രയാണ്? 1. അത് ഞാൻ ഇവിടെ എടുത്തു. 1 - 3 1 - 3 എത്രയാണ്? -2. ഇവിടെ എഴുതി. -2 - 1 -2 - 1 എന്ന് പറയുമ്പോൾ -3 -3 -2 -3 - -2 എന്ന് പറയുമ്പോൾ -1. ഇനി -1 - -3 -1 - -3 എന്ന് പറയുമ്പോൾ +3. സോറി, +2. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇനി എന്ത് കിട്ടും നമുക്ക്? 2 ഈ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ ആണ്. ലാസ്റ്റ് വരുന്നത് നമ്മുടെ ന്യൂമറേറ്റർ. സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2/-1, അതായത് -2. ഇതാണ് ഇതിന്റെ ആൻസർ. പക്ഷേ ഇതായിരുന്നു ഇപ്പൊ ക്വസ്റ്റ്യൻ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യേണ്ട. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടെ 1 ഞാൻ ഇട്ടതല്ലേ. അപ്പൊ 1 ഇട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നമുക്കറിയാം. 1 ഇടാതെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഇവിടെ മോള് 1 ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മോള് 1 തരാതെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യണ്ട. ഇത്രയും സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. ഇത്രയും സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഇപ്പൊ ചെയ്ത പോലെ ഇത്രയും സാധനം കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോലെ. അതായത് ഒന്നുമില്ല, 2 3 പിന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 4 1 ഉള്ളത് അല്ലേ? 4 1 അപ്പം 1 2 3 4. നേരത്തെ ചെയ്ത പോലെ 3 - 2 1 1 - 3 എന്ന് പറയുമ്പോൾ -2 -2 - 1 എന്ന് പറയുമ്പോൾ -3 -3 -2 എന്ന് പറയുമ്പോൾ -1 അല്ലേ? അപ്പം കിട്ടുന്ന ആൻസർ എന്താണ്? -1/3 ആണ്. ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ ഞാൻ സർക്കിൾ ചെയ്ത് ഇത്രയും സംഭവം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -1/3. ഓക്കെ, -1/3 ആണ് കിട്ടുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ പോലെ. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? സോറി, -1/3 ഇല്ല, -1/-3 അപ്പം 3 അല്ലേ? 1/3 ആണ് കിട്ടുന്നത്. അപ്പം അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. ഓക്കെ, -1/-3 -3 കട്ട് ചെയ്ത് 1/3 ആണ്. ഓക്കെ, -1/-3. ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ എന്താണ് ഇവിടെ 1 ഇല്ലാണ്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്താ പറയാ, പാനിക് ആവാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇപ്പൊ പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നു. നമ്മൾ ആദ്യം പ്ലസ് ചെയ്തു, പിന്നെ മൈനസ് ചെയ്തു. ഈ പ്ലസ് മൈനസ് ഒരുമിച്ച് വരുന്നത് അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇപ്പോഴും എല്ലായിടത്തും 1 തന്നെയാണ്. ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് മാറി. ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, പിന്നെ ഒരു പ്ലസ്, പിന്നെ ഒരു മൈനസ്, പിന്നെ ഒരു പ്ലസ്. ഓക്കെ, ശരി. തുറന്നാൽ ഞാൻ ആദ്യം കാണുന്നത്, എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം കാണേണ്ടത് ഏറ്റവും താഴത്തെ ഈ നമ്പർ അയക്കണം. ഞാൻ ആദ്യം എന്താണ് കാണുന്നത്? 1/3. അപ്പൊ 1 എഴുതുക, 3 എഴുതുക. ഓക്കെ, ഞാനും പറയില്ല ഞാൻ ആദ്യം കണ്ടത് ഇപ്പുറത്തെ 1 ആണ്, അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ കാണേണ്ടത് 1/3 ആണ്. ഏറ്റവും താഴത്തെ 1/3 ഞാൻ നമ്മൾ ആദ്യം കണ്ടു. ഓക്കെ, 1 3 എഴുതി. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. ലെഫ്റ്റ് സൈഡിൽ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പം 5 സ്പേസ് ഞാൻ വിട്ടു. 1 2 3 4 5 സ്പേസ് വിട്ടു. ഓക്കെ, പിന്നെ ആദ്യം പ്ലസ് ആണ്. പിന്നെ എന്താണ്? നമ്മൾ താഴെ നിന്നാണ് തുടങ്ങുന്നത്. താഴെ എന്താണ്? ആദ്യം പ്ലസ് ആണ്, പിന്നെ മൈനസ് ആണ്, പിന്നെ പ്ലസ് ആണ്, പിന്നെ മൈനസ് ആണ്, പിന്നെ പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഈ സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. എക്സാം ചെയ്യുമ്പോൾ ഇങ്ങനെ സൈൻ ഇട്ട് സമയം കളയണമെന്നും ഇല്ല. ഓക്കെ, ശരി. അപ്പം ആദ്യം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ 3 + 1 ആയിട്ടുള്ള 4 എടുത്ത് പ്ലസ് എഴുതുക. പിന്നെ രണ്ടാമത് വരുന്നത് എന്താണ്? മൈനസ് ആണ് അല്ലേ? അപ്പം 4 - 3 4 ന്ന് 3 കുറയ്ക്കുക 1. പിന്നെ എന്താണ്? അടുത്ത പ്ലസ് ആണ്. അപ്പം 1 + 4 ആയിട്ടുള്ള 5 എടുത്ത് ഇവിടെ എഴുതുക. അടുത്ത എന്താണ്? മൈനസ് ആണ്. അപ്പം 5 - 1 ആയിട്ടുള്ള 4 എടുത്ത് ഇവിടെ എഴുതുക. അടുത്ത എന്താണ്? പ്ലസ് ആണ്. അപ്പം 4 + 5 ആയിട്ടുള്ള 9 എടുത്ത് എഴുതുക. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 9/4. ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും. ലാസ്റ്റ് വരുന്ന ന്യൂമറേറ്ററും സെക്കൻഡ് ലാസ്റ്റ് വരുന്ന ഡിനോമിനേറ്റർ. അപ്പം 9/4. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നും ഇല്ല, പ്ലസ് ചെയ്തു, മൈനസ് ചെയ്തു, പ്ലസ് മൈനസ് ഇടുകയും ചെയ്തു. ഓക്കെ, നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ഉണ്ട്. എന്താണ് ആ വ്യത്യാസം? നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ എല്ലാം ഇപ്പുറത്തെ സൈഡിൽ 1 ആണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്പേഴ്സ്. ഇവിടെ ഒരു 15, ഇവിടെ 6, 8 അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നമ്മളെ ബേസ് തറവായിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? മറ്റേ ക്വസ്റ്റ്യനിൽ പോലെ തന്നെ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്? ഏറ്റവും താഴത്തെ 1/10 ആണ് ആദ്യം കാണേണ്ടത്. ഓക്കെ ഓക്കെ, 1/10, 1 ഇവിടെ എഴുതി, 10 ഇവിടെ എഴുതി. ഓക്കെ, എത്ര ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3 നമ്പേഴ്സ് ഉണ്ട്. ശരി, 3 സ്പേസ് കിട്ടും. 1, 2, 3 എല്ലാം പ്ലസ് ആണ് അല്ലേ? എല്ലാം പ്ലസ് ആണ്. പ്ലസ് മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യണം, എല്ലാം പ്ലസ് ആണ്. ഓക്കെ, ശരി, സാധാരണ പോലെ നമ്മൾ ചെയ്താൽ മതി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 1/10 നേരെ 8, അതിന് മുമ്പ് 6, പിന്നെ 15 അല്ലേ? ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 15 ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, 10 × 8 എന്നിട്ട് അത് പ്ലസ് 1, 81. ഓക്കെ, 8 ഉണ്ടായത് അതിന്റെ മുകളിൽ എടുത്തെങ്കിൽ 10 × 8 പ്ലസ് 1, 81. അതേപോലെ 81 × 6 മൾട്ടിപ്ലൈ ചെയ്യുക, മുമ്പത്തെ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ മൈനസ് ആണെങ്കിൽ, അതായത് ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, ഈ പ്ലസിന് പകരം 6 കഴിഞ്ഞിട്ടുള്ള പ്ലസിന് പകരം മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് വന്നേനെ. ഓക്കെ, പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെയ്തത്. അപ്പം 81 × 6, 81 × 6 എന്ന് പറയുമ്പോൾ 486 പ്ലസ് 10, അതായത് 496. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ 496 ഓപ്ഷൻ വരുന്നത്. കാരണം 496 എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ആണ്. 496 ഓപ്ഷൻ വരുന്ന ഒരു ഇത്രയേ ഉള്ളൂ മാക്സിമം. 496 അതിന്റെ മൾട്ടിപ്പിൾസ് ആവാനാണ് ചാൻസ്. ഈ ബാക്കിയൊന്നും കണ്ടിട്ടും 496 മൾട്ടിപ്ലൈ ആണെന്ന് തോന്നുന്നില്ല. അപ്പം ഓപ്ഷൻ എ തന്നെയാണ്. ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യും? 496 × 15. 496 × 15 എന്താണ്? ഒരു നമ്പറെ 15 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 0 ഇട്ട് കൊടുക്കുക, പിന്നെ എന്താ, ഒരു നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 0 അപ്പുറത്ത് ഇട്ട് കൊടുക്കുക അല്ലേ? ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ, എന്ത് ചെയ്യണം? അതിന്റെ പകുതി എടുക്കുക, എന്നിട്ട് പകുതിയുടെ അപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇപ്പം 30ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 30ന്റെ പകുതിയെ 15 എടുക്കുക, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 4960യും 496ന്റെ പകുതിയായി 2980 ആണ്. അത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 7940. ഓക്കെ, 4960യും 4960യും 496ന്റെ പകുതി എന്ന് പറയുമ്പോൾ 2480. ഓക്കെ, അപ്പം മിസ്റ്റേക്ക് പറ്റി അല്ലേ? ശരി, ഓക്കെ, 7440 അല്ലേ കിട്ടുന്നത്? 7440 പ്ലസ് 81. ഓക്കെ, നമ്മൾ ഇത്രയും പോലും ചെയ്യണമെന്നില്ല. 496 × 15 പ്ലസ് 81 അല്ലേ 7440 എന്ന് പറഞ്ഞു. 496 × 15 ആണ് ഈ 7440 എന്ന് പറഞ്ഞത്. 496 × 15 പ്ലസ് 81 ആണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞത്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 496 ആണ് അല്ലേ? ഇതിനെ എനിക്ക് പിന്നെ എഴുതിക്കൂടെ? 15 and 496 എനിക്ക് ഇതിനെ എഴുതിക്കൂടെ? കാരണം ഈ ടേമിൽ 496 ഈ ഫസ്റ്റ് ടേമിൽ 496 കട്ട് ചെയ്തു. ഇതിനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 496 × 15 പ്ലസ് 81/496 ആണ്. അതിനെ എനിക്ക് 15 and 81 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അവിടുന്ന് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട 496 കാണുമ്പോൾ തന്നെ കണ്ടുപിടിച്ചോണം എന്താണ് പറയുന്നത്, എന്താണ് ഇതാണ് നമ്മുടെ ഉത്തരവ്. 496 കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ടൈം വേസ്റ്റ് ആണ്. ഓക്കെ, കിലോമീറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ എന്താണ് വ്യത്യാസം? 1/, നേരത്തെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വാല്യൂ അല്ലേ? നേരത്തെ എല്ലാം 1/1/1/1 ആണ്, പക്ഷെ ഇവിടെ 1ന് പകരം 2 ആണ്, ഇവിടെ 3 ആണ്. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും അപ്രോച്ചിൽ ഒരു വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെ. ആദ്യം നമ്മൾ കാണേണ്ട എന്താണ്? ഈ ഏറ്റവും അടുത്ത് ഈ പോയിന്റിലാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത്. 4 എഴുതി, 5 എഴുതി, എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തുടങ്ങിയത്.
എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 നമ്പേഴ്സ് ഉണ്ട്. 3 സ്പേസ്. എന്താണ്? എല്ലാം ആഡ് ചെയ്യാനാണ്. അപ്പൊ എളുപ്പമായില്ലേ? എല്ലാം ആഡ് ചെയ്യാനാണ്. അപ്പൊ പ്ലസ് പ്ലസ് പ്ലസ്. ഓക്കെ. ഇനി ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? മുകളിൽ 1 ആണ്. ഓക്കെ, ശരി. നമുക്ക് ഇത്ര സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? ഇത്ര സോൾവ് ചെയ്യാൻ അറിയാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോലെ. അപ്പം 4/5 അല്ലേ? അപ്പൊ 4 5 എഴുതി. 4ന്റെ കൂടെ 5 ആഡ് ചെയ്ത് എന്താണ്? 9 കിട്ടും. ഓക്കെ, മോളൊരു 3 ഉണ്ട്, അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 9/3 3. അതേപോലെ ഇനി എന്ത് ചെയ്യും? 3 + 5 8 എഴുതി. മോളൊരു 2 ഉണ്ട്, അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു 4. ഓക്കെ, ഇനി എന്താണ്? 4 + 3 = 7. ഓക്കെ, അപ്പൊ നമുക്ക് 7/4 കിട്ടി. പക്ഷെ 7/4 കിട്ടി എന്താണ്? ഇത്രേന്റെ വാല്യൂ ആണ് 7/4 കിട്ടിയത്. നമുക്ക് പറഞ്ഞത് 1 ഈ സംഭവമാണ് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പം റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇത് 7/4 കിട്ടിയ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? 4/7. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഇവിടെ ഒരു 1 കാണും, ചില ക്വസ്റ്റ്യൻസിൽ ഇത് കാണൂല. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന എപ്പോഴും ഇത് ഈ സംഭവമാണ്. ഇപ്പം ചില ക്വസ്റ്റ്യൻസ് 1/2/3 + 4/1 + 2/5 അങ്ങനെ ആയിരിക്കും ചില ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യനിൽ ഈ സംഭവം കാണില്ല, 1 കാണില്ല. അതായത് 2/3 + 4/1 + 3/5 അങ്ങനെ ആയിരിക്കും ചില ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് നമുക്ക് അറിയാവുന്ന ടേമിൽ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? നേരത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ പറയുക, 1 അല്ലാത്തൊരു വാല്യൂ വരുന്ന ചെയ്തു. അതേപോലെ ഇവിടെയും 1 അല്ലാത്തൊരു വാല്യൂ വരുന്ന ചെയ്തു. ഓക്കെ, ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ അപ്രോച്ച് സെയിം ആയിരിക്കും. എന്താണ് ആദ്യം കാണേണ്ടത്? 7/5 ആണ്. ഡൗട്ട് ഇല്ല. 7 5. എത്ര സ്പേസ് ഉണ്ട്? 1 2 3. ഓക്കെ, 3 നമ്പേഴ്സ് ഒക്കെ എഴുതാം. 1 2 3. ശരി, അപ്പം എല്ലായിടത്തും എന്താണ്? പ്ലസ് തന്നെയാണ് അല്ലേ? പ്ലസ് വാല്യൂ ഈ സിമ്പിൾ നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം 7 + 5 12. പക്ഷെ എന്തുണ്ട്? മോളൊരു 3 ഉണ്ട്. ഓക്കെ, 12/3 = 4. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 ആണ്, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതൊന്നുമില്ല. പക്ഷെ അടുത്ത് എന്താണ്? ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, തുടങ്ങാം. 4 കിട്ടിയല്ലോ. എന്ത് ചെയ്യും? 4 × 5 20. 20യുടെ കൂടെ ആയിരിക്കണം ഇവിടുത്തെ ഈ 5 ആഡ് ചെയ്യുന്നത്. ഓക്കെ, 4 × 5 20. 20 + 5 25. ഓക്കെ, 25. പക്ഷെ ഇവിടെ എന്തുണ്ട്? മോളൊരു 5 ഉണ്ട്, അപ്പോൾ 25/5 = 5. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഇനി അടുത്ത് ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? അപ്പൊ ഈ 5 × 3 5 × 3 പ്ലസ് അതിന് മുമ്പത്തെ 4 അല്ലെ? 5 × 3 15. 15 + 4 19. ഓക്കെ, അപ്പം എന്ത് കിട്ടി? 19/5. ഓക്കെ, ഒന്നുമില്ല, ഈ രണ്ട് സംഭവം ഒരുമിച്ച് വന്നു. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പറിന്റെ വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഈ എല്ലാം 1/1/1 വെച്ചാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 1 അല്ലാണ്ട് ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് നമ്മൾ കാണേണ്ടത് എന്താണ്? എല്ലാത്തിനും ആദ്യം 7ഉം 5ഉം കാണും അല്ലേ? 7/5 ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പൊ 7ഉം 5ഉം എഴുതുക. 1 2 3 സ്പേസ് ഇടുക. എന്താണ്? ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട് ഇപ്പുറത്ത്.
ഓക്കെ. അതേപോലെ എല്ലായിടത്തും പ്ലസ് ആണ്, പ്ലസ് പ്ലസ് പ്ലസ്. ഇവിടെ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുന്നത് മനസ്സിലാൻ വേണ്ടി, ഇവിടെ ഒരു 1 ആണുള്ളത്, അപ്പോൾ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാകും. മൾട്ടിപ്ലൈ ചെയ്താലും 5 × 1 + 7 ആണ്. വേണമെങ്കിൽ 1 എഴുതിയോ. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്പേഴ്സ് എന്താണ് 1 5 3, വേണമെങ്കിൽ മോൾ എഴുതി 1 5 3. അപ്പം 5 × 1 + 7 എന്ന് പറഞ്ഞാൽ 12. പക്ഷെ എന്താണ് മോളിൽ ഒരു 3 ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 12/3 = 4. ഓക്കെ. അതേപോലെ ഈ 4 എന്താണ് 4 × 5, 4 × 5 + 5 20, 4 × 5 20, 20 + 5 25. മോളൊരു 5 ഉണ്ട്, അതുകൊണ്ട് ആ 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു = 5. ഇനി 5 × 3 + 4 9. സോറി 5 × 3 + 4 19 അല്ലേ, 19. 5 × 3 + 4 19. 19/5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഒന്നുമില്ല, രണ്ട് ക്ലബ് ചെയ്താലും നമ്മൾ ചെയ്യേണ്ടത് ഒരേ രീതിയിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്പേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 1 അല്ലാണ്ട് നമ്പർ വരുന്ന ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലും ന്യൂമറേറ്ററിന്റെ നമ്പർ 1 അല്ലാണ്ട് നമ്പർ വരുന്ന ചെയ്തിട്ടുണ്ട്. രണ്ടും ക്ലബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. If A, B, C and D are integers such that 1/a plus 1/b plus 1/c plus 1/d = 10/54, then a plus b plus c. ഇത് വേറെ ടൈപ്പ് ആണ്, അതായത് വേരിയബിൾസ് വരുന്ന ടൈപ്പ്. ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ. 1/1 ഇത് നമ്മൾ ഇക്വേഷൻ ഫുൾ ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഇതിലൊക്കെ എന്താണ് നമുക്കറിയാൻ ഇത്ര സോൾവ് ചെയ്യാനാണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് ചോദിച്ചത്, ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, 29/54 അല്ലേ. ഈ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വലുത് 154 തന്നെ അതിൽ വലുത് ഏതാണ് 154 അല്ലേ. ഞാൻ 154നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 1/3 സംഭവം എന്ന് വെച്ചാൽ 29/54 ആണെങ്കിൽ 1 ഇല്ലെങ്കിൽ എന്താണ് 154/29 തന്നെയാണ് അല്ലേ. 154നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എങ്ങനെ എഴുതാം? 29 × 5 എന്ന് വെച്ചാൽ 145 ആണ്. അപ്പോൾ 5 and 9/29 എഴുതാം. ഓക്കെ, ശരി. അല്ലെങ്കിൽ 5 and 9/29, 5 + 9/29 എഴുതാം. ഈ 29/9 ഞാൻ എന്ത് ചെയ്തു? തിരിച്ചെഴുതുമ്പോൾ 9/29 തിരിച്ചെഴുതി. അപ്പോൾ 29/9. 29/9 എനിക്ക് എങ്ങനെ എഴുതാം? 3 9 × 3 27. 3 and 2/9 അല്ലേ. 3 and 2/9 അല്ലെങ്കിൽ 3 + 2/9 എഴുതാം. ഇനി എന്ത് ചെയ്തു? ഈ 2/9 ഞാൻ എടുത്തു. 2/9 എടുത്തു, അതിനെ ഞാൻ വീണ്ടും തിരിച്ചെഴുതി. 9/2. 9/2നെ എനിക്ക് എങ്ങനെ എഴുതാം? 4 and 1/2 അല്ലേ. 4 + 1/2. 9 2s are 4. പിന്നെ റിമൈൻഡർ 1 ആണ്. ഇനി 1/2നെ തിരിച്ച് എനിക്ക് വീണ്ടും റെസിപ്രോക്കൽ വരുമ്പോൾ 2 ആണ്. 2നെ എനിക്ക് എങ്ങനെ എഴുതാം? 2/1 അല്ലെങ്കിൽ 2 തന്നെ എഴുതാം അല്ലേ. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതുപോലെ ഇതിൽ റിമൈൻഡർ തീരുന്നവരെ നമ്മൾ ചെയ്യുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയത് ഈ 5 ആണ് എയുടെ വാല്യൂ. a = 5. പിന്നെ രണ്ടാമത് കിട്ടിയത് 3, b = 3. ഓക്കെ, ഞാനിവിടെ വരുന്ന 3. പിന്നെ മൂന്നാമത് എന്താണ്? സി ആണ്. സിയുടെ വാല്യൂ എന്താണ്? 4 + 1/2 നമ്മൾ എഴുതിയില്ലേ. c = 4. ഇനി താഴെ എന്താണെന്നുള്ളത് ഡി അല്ലേ. ഡിയുടെ വാല്യൂ എന്താണ്? ഇതാണ് ഈ കിടക്കുന്ന 2. ഓക്കെ, d = 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് റെസിപ്രോക്കൽ എടുക്കുക, ഡിവൈഡ് ചെയ്യുക. കോഷ്യന്റ് ആണ് നമ്മുടെ വാല്യൂ. അതായത് 154/29 ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് എ, പിന്നെ വരുന്ന ബി, പിന്നെ വരുന്ന സി, പിന്നെ വരുന്ന ഡി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലാബ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇഫ് 1/x 1/x + 1/y + 2/z + 1/4. ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഇവിടെ എല്ലാം 1 ആയിരുന്നു, പക്ഷെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്രോച്ച് എപ്പോഴും പഴയതുപോലെ തന്നെ ആയിരിക്കും. ഈ സമയത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. 29
29/79 റെസിപ്രോക്കൽ എന്താണ് 79/29. 79/29 ചെയ്യുമ്പോൾ എന്താണ് 79/29 ചെയ്യുമ്പോൾ എന്താണ് പിന്നെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എനിക്ക് എഴുതാമല്ലോ 79/29 എത്ര തവണ പോകും 2 തവണ പോകും അല്ലേ 2 and 21/29 എഴുതാം അല്ലേ പിന്നെ ഞാൻ 2 + 21/29 എഴുതും ഫംഗ്ഷൻ ഒന്നുമില്ലല്ലോ 2 + 21/29 അപ്പൊ 2 എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ വരുന്ന എക്സിന്റെ വാല്യൂ ഓക്കെ എക്സ് എന്ന് വെച്ചാൽ എക്സ് 2 വേണ്ടി നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ശ്രദ്ധിച്ചോണം എക്സും വൈയും ഇല്ല 2 + 3y - z ആണ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് 21/29 തിരിച്ചെഴുതുക 29/21 തിരിച്ചെഴുതി അതിന് എനിക്ക് എങ്ങനെ എഴുതാം 1 and 8/21 എഴുതിക്കാം 1 and 8/21 അപ്പൊ വൈയുടെ വാല്യൂ ആണ് 1 എന്ന് പറഞ്ഞാൽ y = 1 രണ്ടാമത് വരുന്ന വൈയുടെ വാല്യൂ ആണ് 1 എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ശ്രദ്ധിച്ചോ വൈയുടെ ഇപ്പുറത്തൊരു 2 ഉണ്ട് അല്ലേ വൈയുടെ വാല്യൂ 1 ആണ് 1 + 8/21 വൈയുടെ ഇപ്പുറത്ത് എന്താണ് 2 ഉണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇനി 21/8 റെസിപ്രോക്കൽ ആണ് ഇവിടെ 2 ഉണ്ടാകാണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അപ്പൊ ഇവിടെ 1 ആയിരുന്നെങ്കിൽ എന്താണ് y + 1/z + 1/4 എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 8/21 റെസിപ്രോക്കൽ ആയ 21/8 എടുത്ത് നമ്മൾ ചെയ്യും ഓക്കെ പക്ഷെ ഇവിടെ 2 ആയതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ 8നെ എന്ത് ചെയ്തു 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ 8നെ 8/2 ആയിട്ടുള്ള 4 കിട്ടി എന്നിട്ടാണ് ഞാൻ റെസിപ്രോക്കൽ എടുക്കുന്നത് ഇവിടെ 2 ഉണ്ടായത് ഞാൻ ന്യൂമറേറ്റർ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അല്ലെങ്കിൽ ഫ്രാക്ഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ എനിക്ക് 4/21 കിട്ടി 4/21 റെസിപ്രോക്കൽ ആണ് ഞാൻ എടുക്കേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ 4/21 റെസിപ്രോക്കൽ ആയിട്ടുള്ള 21/4 നമുക്ക് ഞാൻ എഴുതാം 5 and 1/4 അല്ലേ 5 + 1/4 നമുക്ക് ഇവിടെ ഒന്നും ചെയ്യണ്ട z + 1/4 താഴെ 5 + 1/4 അല്ലേ അപ്പം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇസിന്റെ വാല്യൂ എന്താണ് 5 ആയിട്ട് നമുക്ക് എഴുതാം z = 5 ഓക്കെ പക്ഷേ എക്സും വൈ സെഡ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതാണ് 2x + 3y - z എക്സും വൈ സെഡ് കണ്ടുപിടിച്ചാൽ പിന്നെ 2x + 3y - z കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടോ അല്ലേ നമുക്ക് ചെയ്തുകൂടെ 2x + 3y - z എന്ന് പറയുമ്പോൾ 4 + 3 - 5 അല്ലേ അപ്പം 2 ഓക്കെ 2 is our answer ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് മാക്സിമം പ്രാക്ടീസ് തന്നെ ചെയ്യണം നമ്മൾ ആദ്യം പറയുമ്പോൾ ഒക്കെ മനസ്സിലാവും പക്ഷെ എക്സാമിന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ കിട്ടണമെന്നില്ല നോക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് തന്നെ ചെയ്യണം ഈ ഇത്തരം ടൈപ്പ് ഇതിനെ ചോദിക്കാറുള്ളൂ ഇന്ന് പുറത്തൊന്നും അങ്ങനെ ചോദിക്കാറില്ല പ്ലസും മൈനസും മാർക്ക് തരും അങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ അങ്ങനെയുള്ള ടൈപ്പേ ചോദിക്കാറുള്ളൂ ഓക്കെ അപ്പം ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി അപ്പം എന്തായാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എന്തായാലും നമ്മൾ എക്സാമിന് മുമ്പ് എഴുതാം കാരണം എക്സാം ടെൻഷനിൽ നമ്മൾ ഓർക്കണമെന്നില്ല തറവായിട്ട് തന്നെ ഇത് നോക്കിയിട്ട് പോകണം എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ